നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുന്നത് യു പി ഐ റെവല്യൂഷനാണ് ഇന്ത്യ. അതേപോലെ ഈ എല്ലാ പേയ്മെൻറ്റ് ഗേറ്റ്വേയും ബാങ്കുകളുടെ ഓട്ടോമേഷൻ ഇതെല്ലാം വന്ന പോലെ ഒരു വലിയ മാറ്റമായിരിക്കും എല്ലാ ഏരിയയിലും. ലോജിസ്റ്റിക്സിൽ, സിറ്റി പ്ലാനിങ്ങിൽ, നമ്മുടെ ഈ മോഷൻ സെൻസിങ് ഡിവൈസസ് ഇതെല്ലാം വരും. അങ്ങനെ വരുമ്പോൾ അതിൻ്റേതായ ഒരു മാറ്റം എല്ലായിടത്തും ഉണ്ടാകും. ഈ ഞാൻ ഡിജിറ്റൽ ട്വിന്നിൻ്റെ കാര്യം പറഞ്ഞത് എല്ലാവർക്കും ഉണ്ടാവും. ഒരു നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ടെക്നോളജി. അതൊരു ഷേപ്പ്ലെസ് ആയിരിക്കാം, പക്ഷേ ഒരു സെൻസിറ്റീവ് ആപ്ലിക്കേഷൻ ആയിരിക്കും. ഇപ്പം തന്നെ നമ്മളിപ്പം ഈ ഡിജിറ്റൽ ട്വിൻ എന്ന് പറയുന്ന ഒരു ആപ്പ് ആയിരിക്കും, അതൊരു ഡിവൈസ് കം ആപ്പൊക്കെ ആകാം. മൊബൈൽ ഡിവൈസിൽ തന്നെ ചിലപ്പോൾ വന്ന് വർക്ക് ചെയ്യാം. അത് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, നമുക്കൊരു ആർട്ടിഫിഷ്യലായി എന്ന് പറഞ്ഞ പോലെ, അതായത് നമ്മൾ കാണാത്തത് അത് കാണും. നമ്മളിപ്പോൾ ഒരു ന്യൂസ് കാണുമ്പോൾ അത് കേൾക്കുകയാണ്, അതിനകത്ത് ഒരു വിഷ്വൽ എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്ത് നമുക്കൊരു അഡീഷണൽ ഇൻഫർമേഷൻ തരുന്ന ഒരു സംഭവം ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഉപയോഗങ്ങളുണ്ട് പല തരത്തിലുള്ളത്. അപ്പോൾ ലൈഫ് കുറേ കൂടെ ഫാസ്റ്റാവും. നമുക്ക് പിന്നല്ലേ അതൊക്കെ വേണ്ടാന്ന് വെച്ച് നമ്മളൊരു സെയിൻറ്റ് പോലൊക്കെ അസറ്റിക് ആയിട്ട് അങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. Investment in securities market are subject to market risks. Read all the related documents carefully before investing.